അതേസമയം ബോബി ചെമ്മണ്ണൂരിൻ്റെ വാർത്താസമ്മേളനം മാറ്റി കോടതിയുടെ നടപടി അറിഞ്ഞ ശേഷം വാർത്താസമ്മേളനത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. തൃശ്ശൂരിലാണ് വാർത്താസമ്മേളനം നടത്താൻ തീരുമാനിച്ചത്. വിവരങ്ങളുമായി ആനന്ദ് പുതൂറൊപ്പം ചേരുന്നുണ്ട്. ആനന്ദ്, ഈ ഇന്നലെ ജാമ്യം കിട്ടി, പക്ഷെ പുറത്തിറങ്ങിയില്ല. തടവുകാരുടെ വക്കാലത്ത് പിടിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ കോടതി ഇന്ന് കടുത്ത ഭാഷയിൽ വിമർശിച്ചപ്പോൾ ഇറങ്ങി ഓടി ജാമ്യം വാങ്ങി. അതുപോലെ തന്നെ പിന്നാലെ ഒരു വാർത്താ സമ്മേളനം നടത്തി അടുത്ത ഷോയ്ക്കായിരുന്നു ശ്രമം. പക്ഷേ അതും ഇപ്പോൾ മാറ്റിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, അതായത് ഏതാണ്ട് 11:30 കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ തൃശൂർ പ്രസ് ക്ലബ്ബിൽ ഔദ്യോഗികമായി അത്തരത്തിൽ തനിക്ക് വാർത്താ സമ്മേളനം നടത്തണമെന്ന് അതിന് ഭാരവാഹികളെ അറിയിച്ചത്. 12 മണിക്ക് വാർത്താ സമ്മേളനം നടത്താനായിരുന്നു തീരുമാനം. ഇതനുസരിച്ചുകൊണ്ട് തന്നെ പ്രസ് ക്ലബ് ഭാരവാഹികൾ ഔദ്യോഗികമായി എല്ലാ മാധ്യമങ്ങളെയും ഇത് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഏതാണ്ട് 11:45 കൂടി തന്നെ എല്ലാ മാധ്യമങ്ങളും അവിടെ എത്തിക്കുകയും ഈ ബോബി ചെമ്മണ്ണൂരിന്റെ വാർത്താ സമ്മേളനത്തിനായി തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും അതിനാടകീയ രംഗങ്ങൾ അരങ്ങേറുന്നു. ഏതാണ്ട് 11:50 കൂടി തന്നെ പ്രസ് ക്ലബ് ഭാരവാഹികളെ അറിയിക്കുന്നു, ഈ വാർത്താ സമ്മേളനം മാറ്റുകയാണ്. വൈകുന്നേരം 4 മണിയിലേക്ക് അത് മാറ്റാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നതെന്ന് അറിയിക്കുന്നു. ഈ കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1:45 വീണ്ടും ഈ വിഷയം പരിഗണന എടുക്കുന്നതുകൊണ്ട് തന്നെ കോടതിയുടെ നടപടികൾ അറിഞ്ഞതിന് ശേഷമായിരിക്കും വാർത്താ സമ്മേളനം എന്ന് പറഞ്ഞ് വീണ്ടും ഒരു നാടകീയത സൃഷ്ടിക്കുന്നു. എന്തായാലും ഇപ്പോൾ നിലവിലുള്ള വിവരം അനുസരിച്ച് 4 മണിക്ക് തൃശ്ശൂരിൽ ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളെ കാണും, പ്രസ് ക്ലബ്ബിൽ മാധ്യമങ്ങളെ കാണും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, വൈകിട്ട് 4 മണിയോടെ ബോച്ചയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 1:45 കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ എന്താകും വരാനിരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്.